അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമുക്ക് ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് തുടങ്ങുന്നത് അരുന്ധതി മേഡം ഇന്നലെ പറഞ്ഞു നിർത്തി തന്നെയാണ്. അപ്പം നമ്മുടെ ഇഷിത ചോദിക്കുന്നു, എനിക്കറിയണം ആരാണ് മേഡത്തിൻ്റെ അടുത്ത് ഇത് പറഞ്ഞത്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് പറയുന്നു. അത് മേഡത്തിൻ്റെ ഫോണിലുണ്ടാവുമല്ലോ, ഞാൻ വിളിക്കുകയാണെങ്കിൽ അതിന് തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാൻ പറയുന്നു. അപ്പം നമ്മുടെ അരുന്ധതി പറയുന്നു, എന്നെ വേറെ ആരുമല്ല വിളിച്ചത്, ആകാശ് മേനോനാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിത്തരിച്ച് ഇരിക്കുന്ന സമയത്ത് അരുന്ധതി മേഡം ചോദിക്കുന്നു, ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ എന്ന് ചോദിക്കുന്നു. പിന്നെ ആകാശ് മേനോൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാനിതിൽ നിന്ന് പിന്മാറിയത്, എൻ്റെ മോൾ കൂടി പറഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ അനുഗ്രഹ പറയുന്നു, ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി സുചിത്ര എനിക്ക് വേണ്ടി സ്നേഹിച്ച പുരുഷനെ വിട്ടു തന്നതാണെന്ന്. അത് എനിക്കെങ്ങനെ താങ്ങാൻ പറ്റും? അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടല്ലേ. അതുകൊണ്ട് എനിക്ക് അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു കട്ടുറുമ്പായി വന്നതിന് സോറിയൊക്കെ പറയുന്നു. അപ്പം വിനോദ് പറയുന്നു, നീയല്ലല്ലോ സോറി പറയേണ്ടത്, ഞാനല്ലേ എന്ന് പറയുന്നു. അങ്ങനെ അരുന്ധതി പറയുന്നു, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു ശരി എന്ന് പറയുന്നു. അപ്പോൾ അനുഗ്രഹം പറയുന്നു, ഞാനിവിടെ കുറച്ച് നാൾ കാണും എന്ന് പറയുന്നു. ആ സമയത്ത് നമ്മുടെ അരുന്ധതി മേഡം പറയുന്നു, ഒരു കാര്യം പറയാനുണ്ട്, കേരള ചാപ്റ്റർ എന്തായാലും മഹേഷിന് തന്നെയാണെന്ന് പറയുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഒരു കല്യാണം മുടങ്ങിയുണ്ടെന്നും അതും എനിക്ക് മാറ്റാൻ പറ്റില്ല, അപ്പോൾ ഡൽഹിയിൽ വെച്ച് കാണാമെന്നും പറഞ്ഞ് അരുന്ധതി മേഡം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അനുഗ്രഹം ഇറങ്ങുകയാണ്. അപ്പം അരുന്ധതി മേഡം അപ്പോൾ പറയുന്നുണ്ട്, ഈ സൗഹൃദം എന്നും നമുക്കൊരു കുടുംബമായി തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ അരുന്ധതി മേഡം പറഞ്ഞിട്ട് പോവുകയാണ്. ആ സമയത്ത് മഹേഷിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം കേരള ചാപ്റ്ററിന് വേണ്ടിയാണല്ലോ മഹേഷ് ഇത്രയും പാടുപെട്ടത്. അപ്പോൾ ഇഷിതയ്ക്കും സന്തോഷമാവുന്നുണ്ട്. പക്ഷേ മഹേഷ് ഇഷിതയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, പക്ഷേ ഇഷിത വലിയ മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ മഹേഷ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇഷിത എന്തൊക്കെയോ ഫയലും ബെഡൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷിതയോട് സോറിയൊക്കെ പറയുന്നു. ഇഷിത പക്ഷെ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. ഇഷിത ഒന്നും തന്നോട് പറയുന്ന രീതിയിലല്ലാത്ത രീതിയിൽ മഹേഷിന് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം മഹേഷ് പറയുന്നുണ്ട്, ഞാൻ തന്നെ ഒരുപാട് വേദനിപ്പിച്ചു, അന്ന് എനിക്ക് കുടിക്കേണ്ടി വന്നത്, ഞാൻ മരണത്തിൻ്റെ വക്കിലായിരുന്നു, ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തേനെ, ആ സമയത്ത് എനിക്ക് എല്ലാവരോടും വെറുപ്പായിരുന്നു, ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നിന്നെയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. ഇഷിത ഇതൊന്നും കേൾക്കാതെ തിരിഞ്ഞങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആകാശും രചനയും തമ്മിലുള്ള സംസാരങ്ങളാണ്. ആകാശ് ഭ്രാന്തനെ പോലെ അലറുകയാണ്. ആ സമയത്ത് രചന ഓടി വന്നിട്ട് ചോദിക്കുന്നു, എന്ത് പറ്റിയ ആകാശ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, കേരള ചാപ്റ്റർ അവന് കിട്ടിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പോൾ രചന പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ രചനയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറയും, നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നുള്ള രീതിയിലൊക്കെ പറയും. അങ്ങനെ ആകാശ് മേനോൻ്റെ കൈ മാറ്റും. നീ എന്താ കറക്റ്റ് പറയാൻ പറയുന്നു. അപ്പോൾ ആകാശ് പറയുന്നു, ഇങ്ങനെ കേരള ചാപ്റ്റർ അരുന്ധതി മേഡം മറ്റേ മഹേഷിന് കൊടുത്തു, ഞാൻ ഇനി എന്തിനും ജീവിക്കണം, അവനെ തെരുവിലൂടെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇപ്പം നേരെ തിരിച്ചെനിക്കായില്ലേ എന്നൊക്കെ ചോദിക്കും. അവൻ്റെ പെണ്ണാണ് ഇതിനെല്ലാം പിന്നിൽ, അവൻ്റെ പെണ്ണെന്ന് വെച്ചാൽ അവൻ കല്യാണം കഴിച്ച് കൂടെ കൊണ്ട് കിടക്കുന്ന ഡോക്ടർ ഇഷിത എന്ന് പറയും. അപ്പോൾ നീ എൻ്റെ ജീവിതത്തിൽ വന്നതാണ് ഏറ്റവും വലിയ പാളിച്ചയെന്നുള്ള രീതിയിൽ പറയുകയാണ്. അവനൊരു പെണ്ണിനെ കിട്ടി, അവൻ്റെ ജീവിതത്തിൽ നീ ഉള്ളപ്പോൾ അവനെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ നീ അവൻ്റെ ജീവിതത്തിൽ എന്നൊഴിഞ്ഞോ അവൻ അന്ന് തൊട്ട് ഭാഗ്യം തുടങ്ങി എന്നൊക്കെ പറയും. ഇത് കേട്ട രചനയ്ക്കും പിടിച്ചിരിക്കുക. അപ്പോൾ രചനയും നന്നായിട്ട് തിരിച്ചു പറയുന്നു, നീ എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയിട്ടാണ് ഈ പറയുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ട്, പക്ഷേ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല. പിന്നെ നീ പറയുന്നത് അത് മഹേഷിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് കിട്ടിയത്, അല്ലാതെ ഒരു കല്യാണം കൊണ്ട് മഹേഷ് നേടിയെടുത്തതല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ രചന പറയുന്നു. അങ്ങനെ രചനയെ വീണ്ടും തല്ലാൻ കൈ ഓങ്ങുമ്പോൾ രചന പറയുന്നത്, ഇനി എന്നെ തല്ലരുത്, തനിക്ക് എന്നെ തല്ലാനുള്ള യോഗ്യത പോലും ഇല്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. പിന്നീട് മൻസുനിയുടെ വീടാണ് കിടക്കുന്നത്. മൻസുനിയുടെ വീട്ടിലേക്ക് നമ്മുടെ മാധവും ലയയും വരികയാണ്. മാധവ് വളരെ സന്തോഷത്തിലൊക്കെയാണ്, ലയ പക്ഷേ മുഖത്തൊരു സന്തോഷവും ഇല്ല. അങ്ങനെ നമ്മുടെ ആശു മഹേഷ് ഈശ്വരനോട് ചോദിക്കുന്നു, ലയയുടെ മുഖത്തൊന്നും സന്തോഷമൊന്നും ഇല്ല, എന്ത് പറ്റി, നീ കൂടുതലൊന്നും പറയാനൊന്നും നിൽക്കണ്ട, എന്ന് നിനക്ക് ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ നീ മര്യാദയ്ക്ക് നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയണം. അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഫുഡ് വിളമ്പി കൊടുക്കുമ്പോൾ ലയ മാത്രം ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടമില്ലാതെ എണീറ്റ് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആശു ചോദിക്കും, എന്താ ലയക്ക് പറ്റിയെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ മാധവ് പറയും, ഞാൻ പറഞ്ഞില്ല അവൾക്ക് ഒരു കുഞ്ഞുണ്ടാകാത്തതിൻ്റെ വിഷമങ്ങളാണ്, അവിടെ നിന്നാൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കടുങ്ങും ചെയ്യും, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് ഇനി ഒരു തിരിച്ചു പോക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പം മനസ്സിന് പറയും, വേണ്ട വേണ്ട തിരിച്ചു പോകണം എന്നൊക്കെ പറയും. ആ ഇഷിതയാണ് ഇതിനെല്ലാം കാരണം, അവളാണല്ലോ ആ കുഞ്ഞിനെ വയറ്റിൽ നിന്ന് കൊന്നത്, പിന്നെ അതുപോലെ അവൾക്ക് ഇനി ഗർഭമാകാതിരിക്കുക അവളായിരിക്കും ഇതൊക്കെ ചെയ്തത് എന്നും പറയുന്നു. അപ്പം മാധവ് പറയുന്നതിന് അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുന്നു.
പക്ഷേ അവരൊന്നും കേൾക്കുന്നില്ല. അവർ പിന്നെയും പിന്നെയും ഓരോന്നൊക്കെ പറയണം. അപ്പോൾ ആശുവിന് വിഷമം വന്ന് ആശു കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ നമ്മുടെ മാധവ് പറയുന്നത്, എന്തിനാണ് ഏട്ടത്തെ ഇനിയും കരയിപ്പിക്കുന്നത്, നിങ്ങൾ പണ്ട് തൊട്ടേ ഇങ്ങനെയാണെന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിന് കുറച്ച് ചോറെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, ഇനി അവളെ ഇഷിതയെ നിലം പരിശാക്കിയിട്ട് ഇനി എനിക്കൊരു ജീവിതമുള്ളൂ, അവളെ നശിപ്പിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ശപഥം എടുക്കുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ മഹേഷിനെ എങ്ങനെയും ഇഷിതേനെ കൂടെ നിർത്തിയേ പറ്റുള്ളൂ. ഇഷിതയുടെ സ്നേഹം വേണം താനും. അങ്ങനെ തലവേദനയായിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ്. അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷിത എന്തോ വിക്സ് എന്തോ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഇന്നാന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അതൊന്ന് തേച്ച് തന്നൂടെ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇഷിതയ്ക്ക് അന്നേരം മനസ്സിലായത് അവളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ വീണ്ടും അവർ സ്നേഹത്തോടെ ഒന്നിക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ മനസ്സുനെയാണെങ്കിൽ അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ലയയോട് ചോദിക്കുന്നു. അപ്പം ലയ പറയുന്നു, ലയയുടെ നെറ്റിയിലൊരു കുങ്കുമമൊക്കെ തൊട്ട് കൊടുക്കുന്നു. ആ സമയത്ത് ലയ പറയുന്നു, എനിക്കിതൊന്നും അല്ല വേണ്ട, എനിക്കൊരു കുഞ്ഞിനെയാണ് വേണ്ടത് എന്നുള്ള പറയും. അപ്പം മനസ്സുനിക്കത് മനസ്സിലാവും അതിൻ്റെ അവസ്ഥ. ഇനി ഇഷിതയെ എങ്ങനെ നിലംപരിശാക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.